ഹായ് ഹെൽഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് SLC പബ്ലിക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള A+ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഫിസിക്സിൽ നമ്മൾ പറയുന്നത് കേട്ടോ. ഇവിടെ ചാപ്റ്റർ 1 എന്നിട്ടുണ്ട്, അതേപോലെ വേവ്സ് ആൻഡ് സൗണ്ട്. ഇത് ചാപ്റ്ററിൻ്റെ പേരല്ല, ആ ചാപ്റ്ററിൽ എന്താണ്, അതായത് മെയിനായിട്ട് പറയുന്ന ടോപ്പിക്കുകളാണ് ഈ ഒരു ഗ്രീനിൽ കൊടുത്തിട്ടുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് മേലെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം? സ്പീഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക പഠിക്കാം. അതായത് ആംപ്ലിറ്റ്യൂഡ് എല്ലാം, അതായത് ഒരു ഗ്രാഫ് വന്നിട്ട് അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും മേ ബി ക്വസ്റ്റ്യൻ. അപ്പോൾ അതെന്ത് ചെയ്യുക പഠിക്കാം. പിന്നെ റിഫ്ലക്ഷൻ ആൻഡ് എക്കോ, റിഫ്ലക്ഷനും അതേപോലെ എക്കോ റിലേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അത് രണ്ടും ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ, ഏതാണ്ട് ഫംഗ്ഷനൊക്കെ ഏതാണ്ട് സെയിം ആണ്. അതേപോലെ തന്നെ റെസൊണൻസ് ആൻഡ് ഫോഴ്സ് വൈബ്രേഷൻ, ഇവ എന്താണ് എന്നും അവരുടേതായിട്ടുള്ള ഒരു കുഞ്ഞു ഡിഫറൻസ് എന്താണെന്നും എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കുക. അടുത്തതാണ് ചാപ്റ്റർ 2. ഇവിടെ നമുക്ക് ലെൻസസ് ആണ് ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ലെൻസസിനെ കുറിച്ചാണ് പറയുന്നത്. ലെൻസിന്റെ റേ ഡയഗ്രാം ഉണ്ട്, ലെൻസ് ഫോർമുല ഉണ്ട്, മാഗ്നിഫിക്കേഷൻ ഉണ്ട്, പവർ ഓഫ് ലെൻസ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക വൃത്തിക്ക് തന്നെ പഠിക്കുക. ഇനി മൂന്നാം ചാപ്റ്റർ ആയിട്ടുള്ള വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷനിൽ ലൈറ്റ്, ഡിസ്പേർഷൻ, വിഷൻ, ഈ 3 കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ഒന്ന് ഡിസ്പേർഷൻ പഠിക്കണം, അതായത് പ്രിസം. പിന്നെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, അതായത് സൺസെറ്റ്, സൺറൈസ്, ടിൻഡൽ എഫക്റ്റ്. ഇപ്പം ഞാൻ ഒരു വെറും വെള്ളത്തേക്ക് ലൈറ്റ് അടിച്ചപ്പോൾ അതിൻ്റെ പാത്ത് വിസിബിൾ ആയില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പാലം ഒഴിക്കാൻ നേരത്ത് അതിൻ്റെ ലൈറ്റ് ബീം എന്താണ് വിസിബിൾ ആയി. അങ്ങനെയുള്ള എക്സാമ്പിൾ വെച്ച് പഠിക്കാം. അടുത്തതാണ് ഡിഫക്ട്സ് ഓഫ് വിഷൻ. നമുക്കറിയാം മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അതേപോലെ പ്രസ്ബയോപ്പിയ, ഇതൊക്കെ എന്താണെന്ന് പഠിക്കുക. അതെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതൊക്കെ ഒന്ന് വരയ്ക്കാനും പഠിച്ചു വെച്ചാൽ പിന്നെ ശുഭം. ഓക്കെ, സൂപ്പറാണ്. ഇനി അടുത്തതാണ് സെക്കൻഡറി, പ്രൈമറി ആൻഡ് കോംപ്ലിമെന്ററി കളേഴ്സ്. അതായത് എന്തും കൂട്ടുമ്പോഴാണ് നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകരുത്. ഇനി 4ാമത്തെ ചാപ്റ്ററിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലേ. ഇവിടെ മെയിൻ ആയിട്ടും ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. സോളിനോയിഡും അതിൻ്റെ പൊളാരിറ്റിയും. നമുക്കറിയാം റൈറ്റ് ഹാൻഡ് തമ്പിലൂടെ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും ഒക്കെ എന്ത് ചെയ്യുക പഠിക്കാം. പിന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് പ്രിൻസിപ്പിൾ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് പ്രിൻസിപ്പിൾ ഉണ്ട്. അതെന്ത് ചെയ്യുക എന്താണെന്ന് പഠിക്കാം. അതായത് സ്റ്റേറ്റ് ഞാൻ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പഠിക്കുക. അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ എന്നുള്ളത് പഠിക്കാം. ഇലക്ട്രിക് മോട്ടർ ആയാലും ലൗഡ് സ്പീക്കർ ആയാലും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്, പാർട്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പഠിക്കുക കേട്ടോ. ഇനി 5ാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ ഉള്ള ചാപ്റ്റർ. ഇവിടെ നമ്മൾ മെയിനായിട്ടും ഇലക്ട്രിസിറ്റിയും അതേപോലെ ഹീറ്റിങ്ങും പിന്നെ നമുക്ക് സേഫ്റ്റിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ജൂൾസ് ലോ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ പവറും വോൾട്ടേജും അതിൻ്റെ റേറ്റിംഗ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹൗസ് ഹോൾഡ് സേഫ്റ്റി, അപ്പോൾ നമുക്കറിയാം എർത്തിങ്, 3-pin പ്ലഗ്, സേഫ്റ്റി ഫ്യൂസ്, അതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ്. ഇവിടെ നമ്മൾ പറയുന്നത് ജനറേഷനും ട്രാൻസ്മിഷനെയും കുറിച്ചും പറയുന്നുണ്ട്. അതായത് AC ആൻഡ് DC ജനറേറ്റർ ഉണ്ട്, ട്രാൻസ്ഫോമർ എത്ര ടൈപ്പ് ആണെന്നുള്ളത്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ട്രാൻസ്ഫോമർ എന്താണെന്നുള്ളത്, പിന്നെ പവർ ട്രാൻസ്മിഷൻ എന്താണ്, എത്ര വോൾട്ട് കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. 7ാമത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ. ഇവിടെ മെയിനായിട്ട് മെഷീൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കണം? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ പഠിക്കണം, ലിവർ പ്രിൻസിപ്പിൾ ആ ഒരു സംഭവം പഠിക്കുക, ലിവർ ഓർഡേഴ്സ്, സെയിൽസ് ഓർഡേഴ്സ് ഉണ്ട്, നമുക്ക് 3 ഓർഡേഴ്സ് ഉണ്ട് അല്ലേ. അതെന്ത് ചെയ്യുക പഠിക്കാം വിത്ത് എക്സാമ്പിൾസ്. ഇൻക്ലൈൻഡ് പ്ലെയിനും സ്ക്രൂ ജാക്കും, സ്ക്രൂ ജാക്കിൻ്റെ ഇക്വേഷൻ ആയാലും ലെങ്ത് ബൈ പിച്ചിലെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക നല്ലപോലെ തന്നെ പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ.